നമുക്ക് ടി വി രാജേഷ് എം സ്വരാജൊക്കെ നടക്കാറുണ്ട്. മോർണിംഗ് വാക്കിലാണ്. നമസ്കാരം. നമസ്കാരം. സുരേട്ട, പാലക്കാടത്തെ മോർണിംഗ് വാക്ക് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത്? തെരഞ്ഞെടുപ്പ് കാലത്തും മോർണിംഗ് വാക്കിന് പ്രത്യേകതയൊന്നുമില്ല. പാലക്കാടും പ്രഭാതം നല്ലപോലെ പ്രഭാതം തന്നെ. ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ നമുക്ക് അങ്ങനെ അല്ലേ കാണാമല്ലേ? അതെ, തീർച്ചയായിട്ടും. നഗരത്തിന്റെ ഹൃദയത്തില് നല്ല സൗകര്യങ്ങളുള്ള നടക്കാൻ പ്രഭാത നടക്കുന്നവർക്ക് അതിന് പറ്റിയ നല്ല സൗകര്യങ്ങളുള്ളതാണ്. പക്ഷെ ഈ സൗകര്യങ്ങളൊന്നും കൂടുതൽ വികസിപ്പിക്കാനോ കൂടുതൽ ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന രൂപത്തിൽ രൂപപ്പെടുത്തിയെടുക്കാനോ നമ്മുടെ നഗരസഭയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും വിമർശനം. ഇന്നിപ്പോ മണ്ഡലത്തിലേക്ക് മുഖ്യമന്ത്രി വരികയാണ് പ്രചാരണത്തിന്. തീർച്ചയായും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഇന്നത്തെയും നാളത്തെയും പരിപാടികളോടെ ഒരർത്ഥത്തിൽ വലിയ പൊതുയോഗങ്ങൾ, വലിയ റാലികൾ അവസാനിക്കുകയാണ്. അപ്പൊ അവസാന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി എത്തുന്നത്. അപ്പോൾ വിജയപ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ മുന്നണി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആവേശം ആകാശത്തോളം ഉയരുന്നതായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികൾ മാറും. അങ്ങനെ ആവട്ടെ, എല്ലാ ആശംസകളും നേരുന്നു. രാഷേട്ടാ, അപ്പം ഈ പറയുന്ന കുറച്ച് ദിവസമായിട്ട് പാലക്കാട് തന്നെ ഉണ്ട്, കണ്ണൂരിൽ നിന്ന് വന്നിട്ട്. അപ്പം പ്രചാരണം നടക്കുകയാണ്. ത്രികോണ മത്സരം ഉണ്ട് എന്ന് പറയുന്നു. ആ ഒരു വീറ് ഇവിടെ ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? പിന്നെ LDF വളരെയേറെ മുന്നേറി കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് സരിനോട് നല്ലൊരു സ്വീകാര്യതയും മതിപ്പും ഉണ്ട്. അതൊക്കെ വോട്ടായി മാറും. പാലക്കാട് 2006 ആവർത്തിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മറുഭാഗം പറയുന്നത് ഒരു മാസം മുൻപ് പോലും മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ച അയാൾ LDF സ്ഥാനാർത്ഥിയെ വരുന്നു, ഇന്ന് അയാൾക്ക് വേണ്ടി മുഖ്യമന്ത്രി പ്രചാരണത്തിന് എത്തുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ മറുഭാഗം കടുപ്പിക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തുന്നത്. 2009 മോഡിയെ പുകഴ്ത്തിയതിന്റെ പേരിൽ CPM പുറത്താക്കി അബ്ദുള്ളക്കുട്ടിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നതിൽ ഒരു മടിയും സങ്കോചവും കാണിക്കാത്ത പാർട്ടിയിലെ കോൺഗ്രസ്. നിലപാടാണ് രാഷ്ട്രീയത്തിൽ പ്രശ്നം. സരിൻ ശരിയായ നിലപാട് സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ LDFിലേക്ക് സ്വീകരിച്ചത് ശരിയായ നിലപാട് സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. UDFിന് ആ കാര്യത്തിലൊന്നും ഒരു ആത്മാർത്ഥതയില്ല. നടക്കട്ടെ. അവർ നല്ല തിരക്കിലാണ്. കാരണം ഈ അവസാന ദിവസത്തിലേക്ക് അടുക്കുകയാണല്ലോ പ്രചാരണം. അപ്പോൾ മോർണിംഗ് വാക്ക് കഴിഞ്ഞിട്ട് അത്തരത്തിൽ പ്രചാരണത്തിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. അപ്പോൾ